ഇറാൻ്റെ കുത്തകയാണ് ആയിരുന്നു ഹോർമൂസ് എന്നത് നമുക്ക് കൃത്യമായി പറയാവുന്ന കാര്യമാണ്. കാരണം ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ്, സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഇറാന് തന്നെയാണ്. കാരണം നമ്മളതിൻ്റെ മാപ്പ് നോക്കുമ്പോൾ ഹോർമൂസിൻ്റെ ഒരു ഘടന, രീതി, മാപ്പ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇങ്ങനെ വന്ന് കപ്പലുകൾ ഇങ്ങനെ വന്ന് വളഞ്ഞ് ഹോർമൂസ് ചുറ്റി പേർഷ്യൻ കടലിലേക്ക്, പേർഷ്യൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇറാൻ ഇങ്ങനെ ഈ മഹാമേരുവായി അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അമേരിക്ക പറയുന്നു ബലപ്രയോഗമാണ് ഞങ്ങളുടെ നിഘണ്ടുവിൽ പറഞ്ഞിട്ടുള്ളത്. വി വിൽ യൂസ് ഫോഴ്സ് ആൻഡ് വി വിൽ യൂസ് അതർ നേഷൻസ് ടു യൂസ് ഫോഴ്സ്. മറ്റു രാജ്യങ്ങളെ പോലെ ഉപയോഗിക്കുക. റഷ്യ ഒന്നും പറഞ്ഞിട്ടില്ല, ചൈന ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് വേണ്ടി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ്. റഷ്യൻ കപ്പലുകളും പടക്കപ്പലുകളാണ്, ചൈനീസ് പടക്കപ്പലുകളും ഒക്കെ വന്ന് നിർബന്ധമായി ഇറാൻ കുറുകെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന ഹോർമൂസ് തള്ളി തുറന്ന് അങ്ങോട്ട് കയറുക. ഇത് കേട്ടാൽ വിചാരിക്കും അങ്ങനെ കുറുകെ കപ്പലുകളൊക്കെ ഇട്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കുറുകെ ബസ്സും കാറും ട്രക്കും ഒക്കെ ഇട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഹോർമൂസ് കടലിൽ ഇറാൻ്റെ കപ്പലുകൾ ഇങ്ങനെ കുറുകെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഇറാൻ കരയിൽ നിന്നും ആക്രമിക്കും, അല്ലെങ്കിൽ കടലിൽ മൈൻ വിതറും, അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്ന ത്രെട്ട് മാത്രമാണുള്ളത്. പക്ഷേ അതിനെ അതിലംഘിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് യുദ്ധക്കപ്പലുകളോ, ഇപ്പോഴും യുദ്ധക്കപ്പലുകളല്ലല്ലോ അതിലേ പോകുന്നത്, അതിലേ ഒന്നും പോകുന്നില്ല, യുദ്ധക്കപ്പലുകളൊന്നും പോകുന്നില്ല. ഇതിൻ്റെ പുറത്തല്ലേ കപ്പലുകൾ കിടക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിന് വരെ എത്തുന്നതിന് മുൻപ് ഒമാൻ ഉൾക്കടലിലും അറബിക്കടലുമായിട്ടൊക്കെ അല്ലേ USS എബ്രഹാം ലിങ്കനും ഇപ്പോൾ വരാൻ പോകുന്ന വലിയ ട്രിപ്പോളി, USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലുമൊക്കെ നിൽക്കുന്നത്. അതൊക്കെ നോക്കുമ്പോൾ അമേരിക്ക ഇപ്പോൾ പറയുന്നത് വി വിൽ ഗിവ് എ പുഷ്. ഞങ്ങൾ മാത്രമല്ല, ചൈനയും റഷ്യയും എല്ലാം കൂടെ ചേർന്ന് അവിടെ മാരിച്ചു പിറക്കി ഹോർമൂസിലൂടെ കപ്പലുകളൊക്കെ ഉണ്ട് കാട്ടത്തി വിട്ട് അവിടെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് അതിലെ മറ്റ് ഗതാഗതത്തിന്, മറ്റ് ജലഗതാഗതത്തിന്, ഓയിൽ ടാങ്കറുകൾക്കും പ്രൊവിഷൻ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്കും സുഗമമായി കടന്നു പോകാവുന്ന രീതിയിൽ പാത ഒരുക്കാം. ഇതെന്താ വെള്ളരിക്ക, ഇത് കഥ പോലെ പറയാമെന്നല്ലാതെ ഇതൊക്കെ അങ്ങനെ നടക്കുന്ന കാര്യമാണോ? അത്രയ്ക്ക് അപകടകരമായ ഒരു മുനമ്പാണ്, അപകടകരമായ ആ ഒരു വളവാണ് ഹോർമൂസ്. അതുകൊണ്ടാണ് ഈ ട്രംപ് ഏറെ പ്രതിരോധത്തിലാണ് എന്നതിൻ്റെ സൂചനയാണ് മറ്റു പല രാജ്യങ്ങളും തങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുന്നത് എന്നത് ചെയ്ത് കാട്ടിക്കൊടുത്താൽ മതിയല്ലോ. തങ്ങൾക്ക് നേരിട്ട് ചെയ്ത് തീർക്കാൻ കഴിയാത്ത ജോലികളുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമല്ലേ ചൈനയുടെയും റഷ്യയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും എല്ലാം പേര് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പം ട്രംപ് മാടി വിളിക്കുകയാണ്, വരൂ ഞങ്ങളോടൊപ്പം സഹകരിക്കൂ എന്ന്. അവർ പഠിച്ചു നിൽക്കുകയാണ്. അവർക്കറിയാം ട്രംപ് എന്ന കച്ചവടക്കാരൻ ഹി വിൽ ഓൾവേസ് എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന് നന്നായി അറിയാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ നേറ്റോ യുദ്ധത്തിൽ വരാത്തത്. ചുരുക്കത്തിൽ ബലം പ്രയോഗിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ, തള്ളിക്കയറാൻ, അങ്ങനെ ബലപ്രയോഗത്തിലൂടെ അകമ്പടി കപ്പലുകളുടെ സഹായത്തോടുകൂടി എണ്ണ ഹോർമൂസിലൂടെ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തെത്തിക്കാനാണ് തീരുമാനമെങ്കിൽ ഒരു പക്ഷേ ചില അത്യാഹിതങ്ങൾ അവിടെ നടന്നേക്കാം. വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം ലോകത്തിന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നയതന്ത്ര പരിഹാരമാണ്, ബലപ്രയോഗമല്ല. എൻ്റെ നിലപാട് ഞാൻ പറയുന്നു, എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നു. പ്രേക്ഷകർ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബലപ്രയോഗമല്ല, മറിച്ച് നയതന്ത്ര പരിഹാരമാണ് ഏകമാർഗം. അതിന് ഇറാൻ എന്ന പരമാധികാര രാജ്യത്തെ അംഗീകരിച്ചേ മതിയാകൂ. ഇറാൻ ഇസ്രയേലിനെ അംഗീകരിച്ചേ മതിയാവൂ. യുദ്ധമില്ലാ കരാറിൽ എത്തിച്ചേർന്നേ മതിയാകൂ. അതിൻ്റെ പ്രൊവിഷൻസ് രണ്ട് രാജ്യങ്ങളും വേണ്ട രീതിയിൽ അത് പാലിച്ചേ മതിയാകൂ. അമേരിക്കയ്ക്ക് സ്ഥലമില്ലാത്ത പൂച്ചക്കെന്ന പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്ന് പറയുന്നത് പോലെ തങ്ങൾക്ക് സ്ഥാനം വേണ്ടാത്ത, തങ്ങൾക്ക് ഇടമില്ലാത്ത ഇടത്ത് ഇരച്ചു കയറാൻ അമേരിക്ക നോക്കുകയും ചെയ്യരുത്. മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ, അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അനാവശ്യമായ ഇടപെടലുകൾ, വേണ്ടാത്ത സംരക്ഷണം കൊടുക്കാൻ നോക്കരുത്. കൊടുത്ത സംരക്ഷണത്തിന് ഈടാക്കുന്നതിന് വേണ്ടി വെറും ബിസിനസ്സായി സംരക്ഷണ ബിസിനസ് എന്നത് അവസാനിപ്പിക്കുകയും നയതന്ത്ര പരിഹാരം ഇറാനും ഗൾഫ് രാജ്യങ്ങളുമൊക്കെ പരസ്പരം ബഹുമാനത്തോടെ കാണുകയും അവരുടെ ഇക്കോണമികൾ തമ്മിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്താൽ ലോകത്തിൻ്റെ പറുദീസയായി മാറില്ലേ വിഭവ സമൃദ്ധമായ മധ്യപൗരസ്ത്യ പ്രദേശം? ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കണം, അറബ് രാജ്യങ്ങളും അംഗീകരിക്കണം, ഹമാസും അംഗീകരിക്കണം, ഇറാനും അംഗീകരിക്കണം. ഇറാൻ എന്ന രാജ്യം എത്രയോ മനോഹരമായ സംസ്കാരമാണ്, എത്ര ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ്. ഈ വലിയ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലല്ലേ ഇറാഖ് എന്നത്. യൂഫ്രട്ടീസ് ടൈഗ്രിസിൻ്റെ ബാബിലോണിയൻ, അസീറിയൻ, സുമേറിയൻ സിവിലൈസേഷൻ്റെ തട്ടകമായിരുന്നല്ലോ. അങ്ങനെയുള്ള സംസ്കാരം നിലനിൽക്കണ്ടേ ആ രാജ്യങ്ങൾ? സിറിയ, എത്ര മനോഹരമായ സംസ്കാരത്തിൻ്റെ ഭൂമിയാണ് സിറിയ.
ഇതെല്ലാം ഇന്ന് വെറും നാശകോശമായി കിടക്കുകയല്ലേ. അതുകൊണ്ട് പാശ്ചാത്യ ശക്തികൾ ഈ പൗരസ്ത്യ പ്രദേശത്തിൻ്റെ പാരമ്പര്യവും നന്മകളും ശക്തിയും ഒക്കെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ സഹവസിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ ഇസ്രയേലിനെ കാട്ടി മറ്റു രാജ്യങ്ങളെ പേടിപ്പിക്കുക, മറ്റു രാജ്യങ്ങളിലൂടെ ഇസ്രയേലിന് ഭീഷണി ഉണ്ടാക്കുക, അതുവഴി തങ്ങൾക്ക് കടന്നു കയറാൻ ഒരു ഇടമുണ്ടാക്കിയെടുക്കുക, നിഗൂഢമായ പദ്ധതികൾ അവസാനിപ്പിക്കേണ്ട സമയമായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം അമേരിക്കയ്ക്കെതിരെ കഠിനമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇങ്ങനെയുള്ള പ്രാകൃതമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറാനെ പോലെ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. അവസാനിപ്പിക്കണം. ഇതിനെല്ലാം പുറമെ ഞാൻ ഒന്നുകൂടി പലയാവർത്തി പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇത് യുദ്ധം മാത്രമാണ്, ഇത് ആക്രമണം മാത്രമാണ്, ഗെയിം അല്ല. ജീവിതങ്ങളാണ്, ഒരുപാട് കോടിക്കണക്കിന് ജീവിതങ്ങളാണ്. അവിടെയും നമ്മുടെ സഹോദരന്മാരും നമ്മൾ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം ആക്രോശിച്ചുകൊണ്ട്, പരസ്പരം പോരടിച്ചുകൊണ്ട്, പൊങ്കാലയിട്ടുകൊണ്ട്, കമൻറ്റുകളിൽ ഉൾപ്പെടെ പൊങ്കാലയിട്ടുകൊണ്ട് ആഹ്ലാദിക്കരുത്. നമ്മുടെ യുദ്ധം നമ്മുടെ അടുക്കള മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നയതന്ത്ര പരിഹാരമാണ് ആവശ്യം, ബലപ്രയോഗമല്ല. ഇറാൻ പറയുന്നത് എന്താണ്? ഹോർമൂസ് പൂർണ്ണമായി അടച്ചു എന്നാണോ? ചിലർക്ക് നേരെ ഹോർമൂസ് കടലിടുക്കിൻ്റെ വാതിലുകൾ ഞങ്ങൾ കൊട്ടി അടച്ചു എന്നാണോ? ചിലർക്ക് മാത്രം സ്വാഗതം എന്നാണോ? അതോ അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടതുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾക്കും ഇസ്രായേലി കപ്പലുകൾക്കും മാത്രം എതിരെ തങ്ങൾ മിസൈലുകൾ പായിക്കും എന്നാണോ? ഇത് പലതും ആണ്. അവിടെ ക്ലാരിറ്റി കുറവാണ്. ഇറാൻ്റെ നിലപാടിൽ അവിടെ ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ട്. ക്ലാരിറ്റി പൂർണ്ണമായി ഇല്ല എന്നല്ല, പക്ഷേ മനസ്സ് വായിച്ചെടുക്കാൻ ഇറാനിയൻ നയതന്ത്രത്തിൻ്റെ, ഇറാനിയൻ നിലപാടിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. എന്താണ് ആ മർമ്മം? ഇറാൻ ഈസ് പുഷ് ടു എ കോർണർ. മിക്ക രാജ്യങ്ങളും മൗനം പാലിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആഞ്ഞടിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ താവളങ്ങൾ അനുവദിച്ചുകൊണ്ട് അമേരിക്കയെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നു. ഇത് ഇറാന് വലിയ സുരക്ഷാ ഭീഷണി ആണ്. അതുകൊണ്ട് ഇറാൻ്റെ അന്നം മുട്ടിച്ചുകൊണ്ട് ഇറാനെതിരെ ഉപരോധം വർഷങ്ങളായി തുടരുമ്പോൾ തങ്ങളും ആരാണോ ഉപരോധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അവർക്കൊരു പണി കൊടുക്കുക, മറു ഉപരോധം. അതാണ് വജ്രായുധമായ ഹോർമൂസ് അടച്ചിടുക വഴി, ഹോർമൂസ് ഗതാഗതം നിയന്ത്രിക്കുക വഴി തങ്ങൾക്കിഷ്ടമുള്ള രാജ്യങ്ങൾ, തങ്ങളെ പിന്തുണയ്ക്കുന്ന, തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന റഷ്യയും ചൈനയും ഒരുപക്ഷെ ഇന്ത്യയും പോലെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രം കടന്നു പോകാൻ വഴിയൊരുക്കുകയും മറ്റുള്ള യാനങ്ങൾക്ക് അവസരം നിഷേധിക്കുകയും ചെയ്യുക എന്ന ഒരു സെലക്റ്റീവ് ഐഡിയ. അതൊരു ഒരു സെലക്ടിവിറ്റിയാണ്. അതിനുള്ള റൈറ്റ്, അതിനുള്ള പവർ, അതിനുള്ള അന്തരീക്ഷം ഇറാന് ഉണ്ടോ എന്നതാണ് ചോദ്യം. അതിനുള്ള ജിയോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. കാരണം അതിൻ്റെ ടോപ്പോഗ്രഫി തന്നെയാണ്, അതിൻ്റെ ഭൂമിശാസ്ത്രം തന്നെയാണ്, അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് പ്രധാനം. ഇറാൻ്റെ അകത്തേക്കുള്ളിൽ തള്ളി നിൽക്കുന്ന, ഇറാന് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ കടലിടുക്ക്, 33-35 കിലോമീറ്റർ മാത്രം ഈ വീതിയുള്ള ആ ഭാഗത്തുകൂടി, കുപ്പിക്കഴുത്ത് പോലെയുള്ള ഭാഗത്തുകൂടി ഏത് കപ്പലുകൾ കടന്നു പോകുന്നെങ്കിലും ഇറാൻ്റെ ഒരു അനുവാദം, അല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ പീരങ്കികളുടെ മിസൈലുകൾ കണ്ണുവെട്ടിച്ച് വേണം പോകാൻ. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ ബാറ്ററി പൂർണ്ണമായി തകർക്കണം. അവിടെയാണ് അമേരിക്ക ഓൾട്ടർനേറ്റ് പ്ലാനുമായി വരുന്നത്. മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് ബലം പ്രയോഗിച്ച് കപ്പലുകൾ, അതിലെ യുദ്ധക്കപ്പലുകൾ വൻതോതിൽ അവിടെ വിന്യസിച്ച് അവയുടെ മധ്യത്തിലൂടെ സംരക്ഷണം നൽകിക്കൊണ്ട് എണ്ണക്കപ്പലുകൾക്ക് കടന്നു പോകാം എന്ന ഒരു ഫോർമുല. അതത്ര ശേലുള്ളൊരു ഫോർമുലയാണോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. അത് വർക്കബിൾ ആണോ എന്നും പറയാനാവില്ല. അത്രയധികം കപ്പലുകൾക്ക് കടന്നു പോകാനാവുമോ അറിയില്ല. അതൊക്കെ ഒരു ലോജിസ്റ്റിക്കൽ നൈറ്റ്മെയറാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അബ്ബാസ് അരാക്ചിയുടെ ഒരു പ്രസ്താവന വരുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒഴികെയുള്ള കപ്പലുകൾക്ക് കടന്നു പോകാം. അതിനർത്ഥം സൗദി അറേബ്യയുടെ ഉൾപ്പെടെ എണ്ണക്കപ്പലുകൾക്ക് സൗദിയിൽ നിന്നും, UAE-യിൽ നിന്നും, ഖത്തറിൽ നിന്നും, ബഹ്റൈനിൽ നിന്നും, ഇറാഖിൽ നിന്നും, കുവൈറ്റിൽ നിന്നും എണ്ണ വാങ്ങാനായി എത്തുന്ന ഫോറിൻ കപ്പലുകൾ, അവരുടേതായ കപ്പലുകൾ, അവയ്ക്കൊക്കെ കടന്നു പോകാമോ സുഗമമായി? അതേക്കുറിച്ച് ഇനിയും ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം എത്രത്തോളം ആർജവത്തോടു കൂടി എടുക്കാം എന്നതിനെക്കുറിച്ച് അത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഒരു സൂചന, നമുക്ക് ലേർലി സൂചന ലഭിക്കുന്നത്, ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ വിചാരിച്ചാൽ സുഗമമായി ആ പ്രദേശത്തേക്ക് സപ്ലൈ എത്തിക്കുകയും
അവിടുന്ന് അത്യാവശ്യ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്താൽ ഇറാൻ ആക്രമിക്കുമോ എന്ന് നോക്കിക്കാണുകയെങ്കിലും ചെയ്യാം. ആക്രമിക്കുന്നില്ല എങ്കിൽ അതൊരു താരിപ്പായി മാറും. അമേരിക്കയ്ക്ക് സാധിക്കാത്തത് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ കൂടെ വേണം കേട്ടോ. അവർ എണ്ണ വിൽക്കാൻ തയ്യാറാവുമെങ്കിൽ മാത്രം. അവരെ വിരട്ടി നിങ്ങൾ ഇന്ത്യൻ കപ്പലുകൾക്ക് എണ്ണ കൊടുക്കരുത് എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിൽ അവരതനുസരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ കഷ്ടമെന്നേ പറയൂ. ഒരുപക്ഷെ അമേരിക്ക അങ്ങനെ പറയില്ല. കാരണം എണ്ണ പിടിവിട്ട് പോവുകയാണെങ്കിൽ അത് ആത്യന്തികമായി അമേരിക്കയ്ക്ക് ദോഷം തന്നെയാണ്. അതുകൊണ്ട് പരമാവധി കപ്പലുകൾ അതിലേ വന്ന് എണ്ണ കൊണ്ടുപോകട്ടെ എന്ന് അമേരിക്ക വിചാരിക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് പാൻ ഔട്ട് ചെയ്യുന്നത്? ഒരുപക്ഷെ ഹോർമോസിനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ? ഇറാനെ ഒരു പരിധിയിൽ കൂടുതൽ പ്രകോപിപ്പിക്കാതെ മറ്റ് രാജ്യങ്ങൾ ഇറാനെ ഒന്ന് സന്തോഷിപ്പിച്ച് അറ്റ്ലീസ്റ്റ് അപ്പീസ് ചെയ്ത് തൽക്കാലത്തേക്കെങ്കിലും തന്ത്രപരമായി പെരുമാറി ഈ പ്രതിസന്ധിയുടെ ആഴം കുറയ്ക്കാൻ കഴിയുമോ? അമേരിക്കയ്ക്കും ഇസ്രയേലിനും സാധിക്കാത്തത് ഒരുപക്ഷെ അമേരിക്കയോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരു പെപ് ടോക്കിലൂടെ സാധിക്കുമോ?